നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ മേൽ, ശ്രോതാക്കളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ആവസിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് വാക്കുകളെ തന്ന്, ദൈവവചനങ്ങളെ തന്ന്, അത് പറയുവാൻ ഉള്ള കഴിവ് തന്ന് അനുഗ്രഹിക്കുമാറാകണമേ. നിൻ്റെ ചിന്തകൾ ഞങ്ങൾ ധ്യാനിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രോതാക്കളുടെ ഹൃദയത്തിൽ ആത്മാവ് ഇടപെടണമേ. അസ്ഥികളെയും മജ്ജകളെയും തുളച്ച് കയറുന്നതാണല്ലോ വചനം. ആ വചനം കൊണ്ട് കർത്താവെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകാൻ, അങ്ങനെ കർത്താവിൻ്റെ പ്രിയ മക്കളായി അതനുസരിച്ച് ഉണർന്ന് വളർന്നു വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപാവരം നിൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന് ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. ഞങ്ങൾ ഇന്ന് പഠിക്കുന്ന, ചിന്തിക്കുന്ന വചനങ്ങൾ കർത്താവെ ഞങ്ങൾക്കും അനേകർക്കും ആത്മീയ വളർച്ചയ്ക്ക് കാരണമാകണമേ. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമീൻ. ഇന്ന് നാം ചിന്തിക്കുന്നത് 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൻ്റെ വാക്യങ്ങളാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ 1-ാം വാക്യത്തിൽ നിന്ന് കൃപാവരത്തെക്കുറിച്ച്, അതിൻ്റെ സവിശേഷതകളെക്കുറിച്ചും കുറച്ച് 5-8 സവിശേഷതകൾ നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിച്ചു. ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ കൃപാവരത്തിൻ്റെ കുറെ കൂടെയുള്ള സവിശേഷതകൾ നമ്മൾ ചിന്തിച്ചിട്ട് ആ അധ്യായത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എട്ടാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുകയാണ്. സഹോദരരെ, മക്കദോനിയയിലെ സഭകളിൽ വർഷിക്കപ്പെട്ട ദൈവകൃപയെക്കുറിച്ച് നിങ്ങൾ അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ അവരുടെ സന്തോഷാധിക്യം കൊടിയ ദാരിദ്ര്യവും ഉദാരതയുടെ സമ്പത്തായി കരകവിഞ്ഞ് ഒഴുകി. മക്കദോനിയയിലെ സഭയിൽ വർഷിക്കപ്പെട്ട ദൈവകൃപയെക്കുറിച്ച് അതായിരുന്നു നമ്മൾ ചിന്തിച്ചത്. അതിൻ്റെ കുറച്ച് സവിശേഷതകൾ നമ്മൾ ചിന്തിച്ചു. ഇനി തുടർന്നായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ആ ദൈവകൃപയെക്കുറിച്ച് തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദൈവകൃപ ശക്തിയുടെ ഉറവിടമാണ്. പൗലോസിനോടൊക്കെ യേശു കർത്താവ് പറഞ്ഞില്ലേ, നിനക്ക് എൻ്റെ കൃപ മതി, ബലഹീനതയിലാണ് എൻ്റെ ശക്തി കൂടുതലായി പ്രവർത്തിക്കുന്നത് എന്ന്. ഈ കൃപ എന്ന് പറയുന്നത് ശക്തിയുടെ ഉറവിടമാണ്. ആ ശക്തി ഇങ്ങോട്ട് വന്നാൽ മതി. അതുകൊണ്ടാണ് ശിഷ്യന്മാരെ സുവിശേഷം അറിയിക്കുന്നതിന് വിടുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരും. അത് തന്നെ ശക്തിയാണ്. അങ്ങനെ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് വേണം സുവിശേഷ പ്രസംഗങ്ങൾക്ക് ലോകത്തിൻ്റെ അങ്ങേയറ്റം വരെയും പോകണം, അങ്ങനെ പോകാൻ എന്ന് യേശു പറഞ്ഞു. ഈ കൃപാവരം എന്ന് പറയുന്ന ഒരു ശക്തിയാണ്. ലാസറിനെ കല്ലറയിൽ നിന്ന് ഉയർപ്പിക്കുന്നത് എന്താണ്? ഒരു ശക്തിയാണ്. യേശുവിൻ്റെ വായിൽ നിന്ന് വന്ന വചനം ശക്തി നിറഞ്ഞതാണ്. എഴുന്നേൽക്കൂ എന്ന് പറയുമ്പോൾ, ഉയർക്കുക എന്ന് പറയുമ്പോൾ, ജീവൻ വെക്കട്ടെ എന്ന് പറയുമ്പോൾ ജീവൻ വെക്കുന്ന ശക്തി. രക്തസ്രാവക്കാരി സ്ത്രീ സുഖപ്പെട്ടു വിശ്വാസത്താൽ അവൾ യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ടപ്പോൾ യേശു പറയുന്നത്, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഇതാണ് അതിൻ്റെ പ്രത്യേകത. കൃപാവരം ശക്തിയുടെ ഉറവിടമാണ്. ദാറ്റ് സോഴ്സ് ആണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്ത സവിശേഷത എന്ന് പറയുന്നത്, നമ്പരക്രമത്തിൽ പറഞ്ഞാൽ ഇനിയും 10ാമത്തേതാണ്. രക്ഷ കൃപയാലാണ്, പാപമോചനവും കൃപയാലാണ്. സമ്പാദിച്ചെടുക്കുന്നതല്ല എന്നൊക്കെ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ചിട്ടുണ്ട്.
ദൈവത്തിൻ്റെ കൃപയാണ് നാം രക്ഷിക്കപ്പെടാൻ ഇടയായത്. അവനെ രക്ഷകനായിട്ട് വിശ്വസിക്കുവാൻ നമ്മളെ തിരഞ്ഞെടുത്തത് അവൻ്റെ കൃപയാണ്. പാപമോചനം നമുക്ക് തന്നത് അവൻ്റെ കൃപയാണ്. അവൻ ക്രൂദ്ധനായിരുന്നെങ്കിൽ, നമ്മളോട് ക്ഷമിക്കാതിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തോ ആകുമായിരുന്നു. അപ്പോൾ അത് കൃപയാണ്. ആ കൃപ നമ്മുടെ മേൽ ചൊരിഞ്ഞു എന്ന് സന്തോഷിക്കണം, അവന് നന്ദി പറയണം. റോമ 3:24 ഞാൻ വായിക്കുകയാണ്. അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. യേശുക്രിസ്തു വഴിയുള്ള നീതീകരണം, വീണ്ടെടുപ്പ് കൊണ്ട് നമ്മൾ നീതീകരിക്കപ്പെടുകയാണ്. അത് സൗജന്യമായിട്ട്. അത് സൗജന്യമാണെന്നുള്ള കാര്യത്തിന് അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വില കൊടുത്ത് വാങ്ങിക്കുന്നതല്ല, നമ്മുടെ പ്രവൃത്തിയുടെ ഫലമല്ല, നമ്മുടെ മെരിറ്റല്ല എന്ന് നമ്മൾ ഓർക്കണം. സൗജന്യമായിട്ട് കർത്താവ് തന്നതാണ്. എത്രയോ കരുണയുള്ളവൻ. അത് നമ്മൾ ഓർത്ത് കൃപയോടെ നമ്മളായിരുന്ന് അവന് നന്ദി പറയണം എന്ന ചുരുക്കം. 11ാമത്തെ സവിശേഷത, കൃപ സമൃദ്ധമാണ്. എഫേസോസ് 1:7 അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. പാപമോചനവും രക്ഷയും കൈവന്നു അവൻ്റെ കൃപയുടെ സമൃദ്ധിക്കൊത്ത്. കൃപ അങ്ങ് സമൃദ്ധമാണ്. എത്ര തന്നാലും അവിടെ കുറഞ്ഞു പോകത്തില്ല. മഹാനദിയിൽ നിന്ന് അല്ലെ സമുദ്രത്തിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങോട്ടെടുത്താൽ നദിയിലെ സമുദ്രത്തിലെ വെള്ളം കുറഞ്ഞു പോകുമോ? സമൃദ്ധമാണ്. എല്ലാ കൃപകളിലും യേശു ക്രിസ്തുവിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നമുക്ക് തരും സൗജന്യമായിട്ട്. സമൃദ്ധമാണ് കൃപ. അടുത്തത് കരുണയാണ്. ഈ കൃപയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. റോമാലേഖനം 9:16 മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ കൃപ അല്ലെ ദയ ആണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ആ വാക്യം നമ്മൾ പ്രത്യേകം ഓർത്തോണം. നമ്മുടെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം. എല്ലാത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ ദയ, കൃപയാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതായിരിക്കും പല കാര്യങ്ങൾ, നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും, പ്രയത്നിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നടപ്പിലാക്കേണ്ടത് ദൈവത്തിൻ്റെ കൃപയാൽ. നമ്മൾ വിതയ്ക്കുന്നു, നനയ്ക്കുന്നു, വളർത്തുന്നതും ഫലം തരുന്നതും ദൈവമാണ്. ദൈവത്തിൻ്റെ കൃപയില്ലാതെ ഒന്നും സംഭവിക്കത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ഈ കൃപാവരം വേണമല്ലോ. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അത് കൃപ കിട്ടുന്നിടത്ത് പോകണം. കൃപ കിട്ടുന്നിടത്താണ് പോകേണ്ടത്. വേറെ എവിടെയെങ്കിലും ചെന്നാൽ അത് കിട്ടത്തില്ല. നമുക്കൊരു സാധനം വാങ്ങിക്കണമെങ്കിൽ ആ സാധനം ഏത് ഷോപ്പിലാണ്, ഏത് കടയിലാണ് കിട്ടുന്നതെന്ന് നമ്മളറിഞ്ഞ് അവിടെ ചെല്ലുന്നത്. വേറൊരു കടയിൽ ചെന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം ചിലപ്പം കിട്ടണമെന്നില്ല. കൃപാവരം കിട്ടാൻ എവിടെയാണ് ചെല്ലേണ്ടത്? അത് യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് തന്നെ ചെല്ലണം. അതിനടിസ്ഥാനപരമായൊരു വാക്യം ഞാൻ വായിക്കാം. ഹെബ്രായ ലേഖനം 4:14 സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശു നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി
നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. നമ്മൾ കൃപ വേണമെങ്കിൽ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കണം. സിംഹാസനത്തെ സമീപിക്കുക എന്ന് പറഞ്ഞാൽ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ അടുത്ത് ചെല്ലണം. അത് യേശുക്രിസ്തുവാണെന്ന് അവിടെ പറഞ്ഞത്. യേശുക്രിസ്തു ഇന്ന് ഒരു സിംഹാസനത്തിലിരിക്കുകയാണ്. എപ്പോൾ? പാപപരിഹാരാർത്ഥം കാൽവരിയിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഇന്ന് സ്വർഗത്തിലേക്ക് കയറിയിരിക്കുകയാണ്. എവിടെ ഇരിക്കുന്നു? ഒരു സിംഹാസനത്തിലിരിക്കുന്നു. ഇപ്പോൾ ഇരിക്കുന്ന സിംഹാസനം കൃപാവരത്തിൻ്റെ അല്ലെങ്കിൽ കൃപയുടെ സിംഹാസനമാണ്. ഇനി കുറേ നാൾ കഴിയുമ്പോൾ സിംഹാസനം ഒന്ന് മാറും. ന്യായവിധിയുടെ സിംഹാസനം, നീതിയുടെ സിംഹാസനം എന്നും പറയാം. അതിലോട്ട് കയറി ഇരുന്നാൽ പിന്നെ കൃപ തന്നുകൊണ്ടിരിക്കുമല്ല, വിധിക്കുകയാണ് ചെയ്യുന്നത്. ആ വിധി ന്യായയുക്തമാണ്. അതുകൊണ്ട് ഇപ്പോഴേ നമ്മൾ തയ്യാറെടുത്തോണം. ഇപ്പോൾ കൃപാവരത്തിൻ്റെ സിംഹാസനത്തിലാണ് കർത്താവ് ഇരിക്കുന്നത്. ഇതാണ് സമയം, ഇതാണ് കൃപയുടെ സമയം. പൗലോസ് അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇപ്പോഴാണ് കൃപയുടെ സമയം. നമുക്ക് കൃപ വേണോ? ഇപ്പോൾ ചെന്ന് നാളെ ആകട്ടെ എന്ന് പറയരുത്. ഇപ്പോൾ അവൻ്റെ അടുത്ത് ചെല്ലണം. അവനിരിക്കുന്നത് കൃപാവരത്തിൻ്റെ സിംഹാസനത്തിൽ, സ്വർഗത്തിൽ. ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയിട്ട് പിതാവിൻ്റെ വലതുഭാഗത്ത് കൃപയുടെ സിംഹാസനത്തിലിരിക്കുകയാണ്. ചില വിശേഷണങ്ങൾ യേശുവിനെക്കുറിച്ച് പൗലോസോട് എഴുതിയിട്ടുണ്ട്. അവൻ പ്രധാന പുരോഹിതനാണ്. പുരോഹിതനെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ബലിയർപ്പിച്ചവൻ. പാപപരിഹാരമായിട്ട്, മനുഷ്യകുലത്തിൻ്റെ മുഴുവനും പാപത്തിന് പരിഹാരമായിട്ട് ബലിയർപ്പിക്കപ്പെട്ട ഏക ദൈവ കുഞ്ഞാട് അവനാണ്. അവൻ്റെ പാപപരിഹാരാർത്ഥം ആയി അർപ്പിക്കപ്പെട്ട ബലി മൂലം എല്ലാവരുടെയും പാപങ്ങൾക്ക് പരിഹാരമായി. സ്വീകരിച്ചാൽ മതി. അവനിപ്പോൾ അവിടെ ഇരിക്കുകയാണല്ലോ, പ്രധാന പുരോഹിതനാണ്. അപ്പോൾ അവനാണ് എൻ്റെ പ്രധാന ആൾ. നമ്മൾ അവിടോട്ടാണ് ചെല്ലേണ്ടത്. ചിലരെ അങ്ങോട്ട് ചെല്ലാതെ വേറെ ചിലയിടത്തോടൊക്കെ ഇങ്ങനെ വളഞ്ഞ വഴിയിൽ കൂടെയൊക്കെ പോകാൻ ശ്രമിക്കുന്നുണ്ട്. അതൊന്നും ഒരു മാർഗമല്ല. ഈ സിംഹാസനത്തിൻ്റെ അടുത്ത് ചെല്ലണം. അവിടെയാണ് കൃപ നിറഞ്ഞിരിക്കുന്നത്. അവിടുന്ന് കിട്ടും എന്ന് നമുക്ക് അറിയാം. അവൻ പ്രധാന പുരോഹിതനാണ്. നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. വേറൊരു പ്രത്യേകത എഴുതിയിരിക്കുന്നത് നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിവുള്ളവനാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചപ്പോൾ ദൈവം നമ്മളോട് കൂടെ സഹതപിക്കുകയും ഒത്തിരി ഉദാഹരണങ്ങൾ നമ്മൾ ചിന്തിച്ചു. യേശു മാർത്തയും മറിയും കരഞ്ഞപ്പോൾ കൂടെ കരഞ്ഞു. സഹതപിക്കുന്നവനായ ഒരു ദൈവം യേശു ക്രിസ്തു നമ്മളോടൊപ്പം സഹതപിക്കുന്നവനാണ്. അത് നമ്മൾ മനസ്സിലാക്കിക്കോണം. പാപം ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രം ചോദിച്ചാൽ പാപം ഇല്ല. നിഷ്കളങ്കൻ, പാപരഹിതൻ. അതാണ് ഒരു വ്യത്യാസം. അവൻ്റെ അടുത്താണ് നമ്മൾ ചെല്ലുന്നത്. കരുണയും കൃപാവരവും ലഭിക്കുവാൻ നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ഒരു വാക്കുകൂടെ പൗലോസ് അവിടെ എടുത്തു പറയുന്നു, പ്രത്യാശയോടെ ചെല്ലാം. കിട്ടത്തില്ല എന്നൊന്നും ഒരിക്കലും വിചാരിക്കരുത്. തരാൻ വേണ്ടിയിരിക്കുകയല്ലേ. അതും കൃപാവരത്തിൻ്റെ സിംഹാസനത്തിലായതുകൊണ്ട് പ്രത്യാശയോടുകൂടി നമുക്ക് അവൻ്റെ അടുത്ത് ചെല്ലാം. വിശ്വാസികളുടെ ജീവിതത്തിലാണെങ്കിലേ ഒത്തിരി പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്നു എന്ന് വിചാരിച്ച് നമ്മൾ കർത്താവ് തള്ളിക്കളഞ്ഞു എന്ന് വിചാരിക്കരുത്. അപ്പോൾ നമ്മൾ കർത്താവിനോട് ചെന്ന് എനിക്ക് ഇത് സഹിച്ചു നിൽക്കാൻ, അല്ലെങ്കിൽ ഇതിൽ വിജയിക്കുവാൻ കൃപാവരം തരണമേ, അല്ലെ വേറൊരു ആവശ്യത്തിന് കൃപാവരം തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ വീണു പോകരുത്. അവനിങ്ങനെ തയ്യാറായിട്ട് ഇരിക്കുകയാണ്. ഇനിയും കൃപാവരത്തിൻ്റെ 13ാമത്തെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യം നമ്മെ അനുതാപത്തിലേക്ക് നയിക്കുക എന്നതാണ്. റോമാലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം, അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? നമുക്കൊക്കെയും പലപ്പോഴും സംശയം
തോന്നുന്ന ഒരു കാര്യമാണ്. പാപികളായ ആൾക്കാർ പലരും വളരെ ഉയർന്ന സ്റ്റാൻഡേർഡിൽ സൗഭാഗ്യമായിട്ട് ജീവിക്കുവാൻ അനുവദിക്കപ്പെടുന്നു. ശിക്ഷ ലഭിക്കാതെ തന്നെ അവർ ഇങ്ങനെ രക്ഷപ്പെട്ട് ദൂർത്തടിച്ച് ജീവിക്കുന്നു. എന്തുകൊണ്ട് ദൈവം അവരെ ശിക്ഷിക്കുന്നില്ല? ധാരാളം പേര് വിശ്വാസികളെ കഷ്ടപ്പെടുന്നു എന്ന് നമ്മുടെ ചിന്തയിൽ വരാം. കഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് പൗലോസും പലയിടത്തും അത് പറയുന്നുണ്ട്. ക്രിസ്തുവിനോടുകൂടെ സഹിക്കാൻ ഒരു ഭാഗ്യം ലഭിച്ചതിൽ നമ്മൾ ആഹ്ലാദിക്കുകയും. പാപപരിഹാരാർത്ഥം ക്രിസ്തു സഹിച്ചു. പാപപരിഹാരാർത്ഥം നമ്മൾ സഹിക്കണ്ട. പക്ഷെ ക്രിസ്തുവിനോട് കൂടെ അവൻ്റെ സഹനങ്ങളിൽ പങ്കുചേരുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. അതിൽ നമ്മൾ സന്തോഷിക്കണം. കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴേ ഒരു ഉദാഹരണം ഞാൻ പറയുക. ഈ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അടയാളം ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ കാണുവാണെങ്കിൽ ആൾക്കാർ പറയും, അയ്യോ അപ്പനെ പോലെ ഇരിക്കുന്നു, അല്ലെ അമ്മയെ പോലെ ഇരിക്കുന്നു. വളർന്നു വരുമ്പോൾ അവനും പറയും, ഉണ്ടോ അപ്പൻ്റെ ആ പാട് എനിക്കും അതുപോലെ ഇവിടെ കിടക്കുന്നു എന്ന് പറയും. അതൊരു സന്തോഷമാണ്. ഇതുപോലെ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളിൽ നമുക്ക് പങ്കുപറ്റുവാൻ സാധിക്കുന്നു എങ്കിൽ അതിൽ ആഹ്ലാദിക്കുക വേണ്ടത്. ക്രിസ്തു സഹിച്ചല്ലോ, ആ സഹനത്തിൽ എനിക്കും പങ്കുചേരാൻ പറ്റിയല്ലോ, അതിൽ ആഹ്ലാദിക്കണമെന്നാണ് പൗലോസ് പറഞ്ഞത്. പൗലോസിൻ്റെ ജീവിതത്തിലൊക്കെ അങ്ങനെ ഉദാഹരണങ്ങളുണ്ട്. എന്തുകൊണ്ട് മറ്റവർക്ക് ശിക്ഷ ലഭിക്കുന്നില്ല എന്ന് നമ്മൾ വിഷമിക്കേണ്ട. അതാണ് ഇവിടെ പറഞ്ഞത്. കർത്താവ് ചിലർക്കങ്ങ് ആയുസ് നീട്ടിക്കൊടുത്ത് ഇങ്ങനെ കാത്തു നോക്കുന്നത് ഒരു സമയം അവർ കൊടുക്കുക, അനുതാപത്തിനുള്ള പശ്ചാത്താപത്തിനുള്ള ഒരു അവസരം സമയം കൊടുത്ത് അങ്ങോട്ട് നീട്ടുന്നു എന്നുള്ളതാണ്. പക്ഷേ പലരും അനുദപിക്കുന്നില്ല, നഷ്ടപ്പെട്ടു പോവുകയാണ്. കർത്താവ് കാത്തു നിൽക്കുകയാണ്, അനുദപിക്കുന്നു, അവസരങ്ങൾ കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ നീട്ടിക്കിട്ടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വേറെ ഒരു സവിശേഷത കൃപാവരത്തിൻ്റെ സുഭാഷിതങ്ങളിൽ 8:18 പറഞ്ഞിരിക്കുന്നു, സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും എൻ്റെ അടുക്കലുണ്ട്. നിലനിൽക്കുന്ന ധനമെന്നുണ്ട്. അപ്പം ധനം തന്നെ 2 തരമുണ്ട്. ചിലത് നിലനിൽക്കത്തില്ല, കാരണങ്ങളൊക്കെ ഉണ്ട്. നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും എല്ലാം എൻ്റെ പക്കലുണ്ട്. അത് ജ്ഞാനത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വ്യാഖ്യാനിക്കുമ്പോൾ നമുക്കറിയാം ജ്ഞാനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് സമ്പത്തുണ്ട്, ബഹുമാനമുണ്ട്, നിലനിൽക്കുന്ന സമ്പത്തുണ്ട്, ധനമുണ്ട്, ഐശ്വര്യമുണ്ട്. ഇത് ദൈവത്തിൻ്റെ കൃപയാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു സവിശേഷതയോടെ നമുക്ക് ചിന്തിക്കാം. 15-ാമത്തേത് ഫിലിപ്പിയർ 4:19 എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പത്തിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. അത് നമ്മൾ പ്രത്യേക ഹൃദയത്തിൽ സൂക്ഷിക്കണം. പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഒരു വിഷയത്തെക്കുറിച്ചും വിഷമിച്ച് ദുഃഖിച്ച് നിരാശരായി സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല. ബുദ്ധിമുട്ടുകളുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടാകാം, ശരീരത്തിൽ രോഗങ്ങളുണ്ടാകാം. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളെ കാത്തിരിക്കണം. ദൈവം തരും, നമുക്കാവശ്യമുള്ളതെല്ലാം നമുക്ക് തരും. അല്ല, തരുന്നതിന് ദൈവത്തിന് വല്ല പ്രയാസമുണ്ടോ? സമ്പന്നതയാണ് അവിടെ, മഹത്വത്തിൻ്റെ സമ്പന്നത നിറഞ്ഞു നിൽക്കുക ദൈവത്തിന്. അതിനപ്പുറത്തായിട്ട് വേറൊന്നില്ല. ആ സമ്പന്നതയിൽ നിന്നാണ് നമുക്ക് തരുന്നത് എന്ന് നമ്മൾ ഓർക്കണം. എത്ര തന്നാലും അവിടെ കുറഞ്ഞു പോകത്തില്ല. അതുകൊണ്ട് ഇത്രയും മതി, ഇച്ചിരി മതി, അല്പം കിട്ടിയാൽ മതി എന്നൊന്നും നമ്മൾ പറയണ്ട. കർത്താവ് ഇങ്ങനെ വർഷിക്കുകയാണ്, ധാരാളം തരും. സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയം തുറന്നിരിക്കണം.
അവിടെ മഹത്വത്തിൻ്റെ സമ്പൂർണതയുണ്ട്, സമ്പൽ സമൃദ്ധിയുണ്ട്. അതിൽ നിന്നാണ് നമുക്ക് തരുന്നത്. അത് നമ്മൾ ഓർത്തോണം. ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പൂർണതയിൽ നിന്ന് തരുന്നത് ക്രിസ്തുവിൽ കൂടി ആണ് എന്ന ഒരു വാക്യവും കൂടെ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ക്രിസ്തുവിൽ കൂടെ ആണെന്ന് പറഞ്ഞാൽ രക്ഷയെ സംബന്ധിച്ച് ക്രിസ്തുവിൽ കൂടാണ് ഇതെല്ലാം നടക്കുന്നത്. രക്ഷകൻ യേശു ക്രിസ്തു, അവൻ വഴിയാണ് ഈ രക്ഷാകർമ്മവും അതിൻ്റെ പരിപാടികളും പരിപാലനവും ഒക്കെ നടക്കുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തുവിൽ കൂടെ ഇത് തരുന്നു എന്ന് പറയുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അവനല്ലേ നമുക്ക് പാപപരിഹാരം ഉണ്ടാക്കി തന്നത്. അതുകൊണ്ട് എല്ലാ കൃപകളും അവനിൽ കൂടെ നമ്മളിലേക്ക് ഒഴുകുകയാണ്. അത് നമുക്ക് കിട്ടും. ഇനി നമുക്ക് എത്രയും കിട്ടും, ആവശ്യത്തിനുള്ളതെല്ലാം നൽകും. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ധാരാളം കാര്യങ്ങൾ കർത്താവ് തന്നു. അല്ല, കർത്താവ് തരാത്തതായിട്ട് നമുക്ക് വല്ലതും ഉണ്ടോ? എല്ലാം നമുക്ക് തന്നു എന്ന് നമ്മൾ പറയും. സ്തോത്രം. ചിലപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അത് തന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വിഷമിക്കുകയൊന്നും വേണ്ട. കർത്താവിലൊന്ന് നോക്ക്. തരുമോ? തരും. തരാമെന്ന് കർത്താവല്ലേ പറഞ്ഞത്. അതുകൊണ്ട് കിട്ടുക തന്നെ ചെയ്യും എന്ന് നമ്മൾ ഓർക്കണം. നമ്മൾ മൊത്തത്തിൽ കൃപാവരത്തെക്കുറിച്ച് 15 സവിശേഷതകളാണ് നമ്മൾ ചിന്തിച്ചത്. അത്രയൊന്നുമല്ല. നമ്മുടെ ധാരാളം കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനും ധ്യാനിക്കാനും ഉണ്ട്. എങ്കിലും നമ്മൾ അടുത്ത വാക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ബൈബിളിൽ നിന്ന് 2-ാം വാക്യം, 8-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ അവരുടെ സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും ഉദാരതയുടെ സമ്പത്തായി കരകവിഞ്ഞ് ഒഴുകി. അത് നമ്മൾ ചിന്തിക്കണം. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? മക്കെദോനിയയിലെ സഭയ്ക്കുണ്ടായ കൃപയെക്കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു പ്രത്യേക കൃപയെക്കുറിച്ച് പൗലോസ് പറയുകയാണ്. ആ കൃപ എന്താണ്? ആ കൃപ എന്ന് പറയുന്നത് വെൽത്ത് ഓഫ് ജനറോസിറ്റി, ഉദാരതയുടെ സമ്പത്ത്. അതെന്താണ്? മക്കെദോനിയ സഭ ഉദാരമായിട്ട് ഏതോ ചെയ്തു, ധനശേഖരണം നടത്തുന്നു. അത് ആർക്ക് കൊടുക്കാനെന്ന് വെച്ചാൽ ജെറുസലേമിലെ സഭയ്ക്ക്. അതിനു വേണ്ടി അവർ ഉദാരമായിട്ട് ചെയ്തു. ഉദാരമായിട്ട് ചെയ്തപ്പോൾ മക്കെദോനിയയിലെ സഭകളിലെ ആൾക്കാരെ ധാരാളം ഉണ്ടായതുകൊണ്ടല്ല, അവരുടെ കഷ്ടതകളിൽ നിന്നാണെങ്കിലും അവരുടെ ദാരിദ്ര്യത്തിൽ നിന്നാണെങ്കിലും അവരത് ശേഖരിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അവർക്കൊരു സന്തോഷമുള്ളത്, ജെറുസലേമിലെ സഭയെ സഹായിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചല്ലോ, അതിൽ പങ്കുപറ്റാൻ ഞങ്ങൾക്കും സാധിച്ചല്ലോ എന്നൊരു സന്തോഷം അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് ആ കൃപ ഉദാരതയുടെ സമ്പത്തെന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. വെൽത്ത് ഓഫ് ജനറോസിറ്റി, ഇല്ലെങ്കിലും കൊടുക്കുക എന്നുള്ളൊരു സങ്കല്പം. അവർക്ക് ധാരാളം കഷ്ടതകൾ ഉണ്ടായി എന്ന് പറയുന്നു. ആർക്ക്? മക്കെദോനിയ സഭയ്ക്ക്. ആ അവസരത്തിലാണ് ഇവരിത് ചെയ്യുന്നത്. എന്താണ് അവരുടെ കഷ്ടത? 1 കൊരിന്ത്യർ 16:1-5 വരെയുള്ള വാക്യങ്ങളിൽ ഈ ധനശേഖരണത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ഫിലിപ്പിയ ലേഖനം 4:15 ഫിലിപ്പിയ സഭ ഈ ധനശേഖരണം നടത്തിയതിനെക്കുറിച്ച് പൗലോസ് അവരെ ഒന്ന് പുകഴ്ത്തി അടിവരയിട്ട കാര്യം എടുത്ത് പറയുന്നുണ്ട്. പിന്നെ അവർക്ക് കൊടിയ വേദനകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് മക്കെദോനിയയിലെ തെസലോനിക്കയിലെ സഭയ്ക്ക് അവിടുത്തെ ആൾക്കാരിൽ നിന്ന് തന്നെ പീഡകൾ സഹിക്കേണ്ടി വന്നു. അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ പൗലോസിനും സീലാസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് അവിടെ നാട്ടുകാരിൽ നിന്ന് സഹനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ശാരീരികമായ വേദനകൾ, പീഡകൾ ഒക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ ഇങ്ങനെയുള്ള അവസരത്തിലാണെങ്കിലും കൊടുക്കുന്നതിൽ അവർ സന്തോഷം അനുഭവിച്ചു എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ കഷ്ടതയുടെ സമയത്തും ആഹ്ലാദമുണ്ടാകുക, ആനന്ദമുണ്ടാകുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക അനുഗ്രഹമാണ്.
ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യം പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫലമാണ് ഹൃദയത്തിൽ ആനന്ദമുണ്ടാകുക എന്ന് പറയുന്നത്. ഗലാത്യ 5:22. അപ്പോൾ ഇല്ലാത്തപ്പോഴും കൊടുക്കാനുള്ള ആ ഒരു വലിയ അനുഗ്രഹം അവർക്ക് ലഭിച്ചു. അതിലവർ സന്തോഷിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ സന്തോഷിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ 1 മുതൽ 4 വരെ ഒരു സംഭവം നമ്മൾ കാണുന്നു. അതെന്താണെന്ന് ചിന്തിച്ചാൽ, ജെറുസലേം ദേവാലയത്തിൽ ഭണ്ഡാരപ്പെട്ടിയിലേക്ക് പണമിടുന്നത് യേശു കർത്താവ് നോക്കിക്കൊണ്ട് കണ്ണുയർത്തി നോക്കിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഭണ്ഡാരപ്പെട്ടി ഇച്ചിരി ഉയർന്ന സ്ഥലത്തായിരിക്കും. നോക്കി ധനവാന്മാരൊക്കെ ധാരാളം ഇടുന്നു. പാവപ്പെട്ട ഒരു സ്ത്രീ, ഒരു വിധവയായിരുന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. അവർ വന്ന് 2 ചെമ്പ് തുട്ടുകളിട്ടു. കർത്താവ് അതും കണ്ടു. ശിഷ്യന്മാർക്ക് ഒരു ടീച്ചിങ്സ്, ഒരു പഠനം കർത്താവ് അവരോട് പറയുകയാണ്, ധനവാന്മാർ ധാരാളം സംഭാവന ചെയ്തു. ഇവൾ അവളുടെ ഉപജീവനത്തിനുള്ള ഇനി വൈകിട്ടങ്ങോട്ട് പോകുമ്പോൾ എന്താ വാങ്ങിച്ച് കഴിക്കാൻ, അതിനുപോലും പണമില്ലാത്ത സ്ത്രീയാണ്. അവളത് മുഴുവനും ഈ ഭണ്ഡാരപ്പെട്ടിയിലിട്ടു. ഭണ്ഡാരപ്പെട്ടി ഇട്ടെന്നല്ല യേശു പറഞ്ഞിരിക്കുന്നത്, നിക്ഷേപിച്ചിരിക്കുന്നു. അപ്പോൾ അതിനെയാണ് കർത്താവ് എടുത്തു പറഞ്ഞ് പുകഴ്ത്തി പറയുന്നത്. ഇല്ലായ്മയിൽ നിന്ന് ആ ഉള്ളതുപോലും, കയ്യിലുള്ളതുപോലും കൊടുക്കാനുള്ള മനോഭാവം, മനസ്ഥിതി, കർത്താവ് അതിനെ പുകഴ്ത്തുന്നു. ഈ വാക്കുകൾ ഉപയോഗിച്ചതിൽ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. സമ്പത്തുള്ളവർ ചെയ്തത് എന്താണ്? സംഭാവന ചെയ്തു. ആ വാക്യം അങ്ങനെയാണ് ലൂക്കോസ് എഴുതിയിരിക്കുന്നത്. ഈ വിധവയോ നിക്ഷേപിച്ചിരിക്കുന്നു. നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ യേശു പറഞ്ഞിട്ടില്ലേ, നിങ്ങളുടെ നിക്ഷേപം എവിടെയാണോ അവിടെയാണ് നിങ്ങളുടെ ഹൃദയം. നിക്ഷേപിക്കുക വേണ്ടി നിങ്ങൾ എവിടെ നിക്ഷേപിക്കണമെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിൽ നിക്ഷേപിക്കുക. അപ്പം നിക്ഷേപം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. ബാങ്കിലൊക്കെ നിക്ഷേപിച്ചാൽ പലിശയും കിട്ടുന്നുണ്ടല്ലോ. അപ്പം നിക്ഷേപത്തിന് പ്രതിഫലം കിട്ടുന്നതോടാണ്. അപ്പോൾ ആ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സ്ത്രീ നിക്ഷേപിക്കുകയാണ് സ്വർഗത്തിൽ. മറ്റോരോ സംഭാവന ചെയ്തു. സംഭാവന ചെയ്തത് നമ്മൾ പല സംഭാവനകൾ ചെയ്യുന്നില്ലേ? വിഷമത്തിൽ ആയിരിക്കുന്നവർക്ക്, എന്തെങ്കിലും സഹായിക്കണമെന്ന് പറയുന്നവർക്ക് സംഭാവന ചെയ്യും. പോട്ടെ, അത്ര അവരങ്ങ് കൊണ്ടുപോകട്ടെ എന്നുള്ളൊരർത്ഥത്തില്ല. ഒത്തിരി ഉള്ളതിൽ നിന്നാണ് കൊടുക്കുന്നത്. കോടിക്കണക്കിന് രൂപ പോകറ്റിയിരിക്കുക, ഒരു 10 രൂപ എടുത്താൽ കൊടുത്തു. ഇതാണ് സംഭാവന. എന്നാൽ ഇത് അങ്ങനെയല്ല, നിക്ഷേപമാണ്, ഇൻവെസ്റ്റ്മെൻറ്റ്. അവിടെ ഇട്ടിരിക്കുന്നു, ബാങ്കിൽ ഇട്ടിരിക്കുന്ന പോലെ സ്വർഗത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. അപ്പോൾ അത് കർത്താവ് എടുത്തു പറഞ്ഞു. അപ്പോൾ ഇല്ലായ്മയിലും കൊടിയ ദാരിദ്ര്യത്തിലാണെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് കർത്താവ് അത് കണക്കാക്കും. അടുത്തത് 3-ാം വാക്യത്തിലേക്ക് ഞാൻ വായിക്കുകയാണ്. അവർ തങ്ങളുടെ കഴിവനുസരിച്ച് അതിൽ കവിഞ്ഞും തുറന്ന മനസ്സോടെ ദാനം ചെയ്തെന്ന് സാക്ഷ്യപ്പെടുത്താൻ എനിക്ക് സാധിക്കും. മക്കോദോനിയക്കാർ ഇവിടെ തുറന്ന മനസ്സോടെ കൊടുത്തിരിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ പൗലോസിന് കഴിയുന്നു എന്നർത്ഥം. തുറന്ന മനസ്സോടെ എന്ന് പറയാൻ കാരണം, പൗലോസ് പ്രത്യേകം അങ്ങ് നിർബന്ധിച്ച് കൊടുക്കണമെന്ന് നിർബന്ധിച്ച് അങ്ങനെയൊന്നും കൊടുത്തതല്ല. പൗലോസിൻ്റെ പ്രേരണയാൽ കൊടുത്തതല്ല. സ്പോണ്ടേനിയസ് ആയിട്ട് അവരുടെ മനസ്സറിഞ്ഞ് അവർ കൊടുത്തതാണ് എന്ന് അർത്ഥം. അപ്പോൾ നമ്മളും ഇങ്ങനെ കൊടുക്കുമ്പോൾ തുറന്ന മനസ്സോടെ കൊടുക്കണം. അവിടെ നമ്മുടെ സഭാ അധികാരി നമ്മളോട് പറഞ്ഞിരിക്കുന്നു, ഇത്ര രൂപയായി കുറയാതെ തരണം. എന്ന് കൊടുക്കാതിരിക്കുന്നത് എങ്ങനെ? അത് നമ്മുടെ അഭിമാനത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് കൊടുത്തേക്കാം എന്ന് വിചാരിക്കുന്നതല്ല. തുറന്ന മനസ്സോടെ കൊടുക്കുക. പൗലോസ് അപ്പോസ്തലൻ പ്രേരിപ്പിച്ചിട്ടും നിർബന്ധിച്ചിട്ടുമല്ല, കൊടുക്കണമെന്ന് അവർക്ക് തോന്നുകയാണ്. അതിനാണ് തുറന്ന മനസ്സോട് കൊടുക്കുക. നമ്മളും ചെയ്യുന്നത് അങ്ങനെ തന്നെ ആയിരിക്കണം. കഷ്ടതകൾ വന്നിട്ടും അവർ സന്തോഷിക്കുകയാണല്ലോ. കഷ്ടതകളുടെ ഈ അനുഭവത്തിൽ സന്തോഷിക്കാൻ സാധിക്കുന്നത് വലിയ അനുഗ്രഹമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫലമാണത്. അങ്ങനെ സന്തോഷിക്കുന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ
പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെയും നമുക്ക് കാണാം. ഹബക്കൂക്ക് പ്രവാചകൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങൾ ഇല്ലാതായാലും വലിയ മരത്തിൽ കായ്കൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. ജീവിതത്തിൽ ഇങ്ങനെ എല്ലാ അനുഭവങ്ങളുണ്ടാകാം. കൃഷിസ്ഥലങ്ങളിൽ ഒന്നും കിട്ടുന്നില്ല. വയലിൽ ഗോതമ്പ് അല്ലെങ്കിൽ നെല്ല് വിതച്ചു, ഫലം കിട്ടുന്നില്ല. ആട്ടിൻ തൊഴുത്തിൽ ആടുകളൊക്കെ അങ്ങ് നശിച്ചു പോവുകയാണ്, കുഞ്ഞുങ്ങളെയും കിട്ടുന്നില്ല. പശുത്തൊഴുത്തിൽ ഇതെല്ലാം സംഭവിക്കുന്ന എല്ലാം നാശനഷ്ടങ്ങൾ, ഒന്നും ലഭിക്കുന്നില്ല, ഒന്നുമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വരിക. അപ്പോഴും ഞാൻ എൻ്റെ രക്ഷകനായ കർത്താവിൽ ആനന്ദിക്കും. ഇപ്പോൾ നമ്മുടെ സഹപ്രവർത്തകർ, സഹോദരങ്ങൾ എന്ന് വിശേഷിക്കാവുന്ന വയനാട്ടിലെ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ആ കഷ്ടതയിലും സന്തോഷിക്കാൻ സാധിക്കുന്ന ധാരാളം പേരുണ്ട്. കർത്താവിലുള്ള ബലത്താലാണ് എന്ന് നമുക്ക് കരുതാം. ഇവിടെ ഇങ്ങനെ ഞാൻ കർത്താവിൽ ആനന്ദിക്കുന്നു, ഈ കഷ്ടതയുടെ നടുവിലും ഹബക്കൂക്ക് പ്രവാചകൻ എഴുതിയിരിക്കുകയാണ്. ആത്മനിറവുള്ളവർക്ക് അത് സാധിക്കും. അപ്പോസ്തല പ്രവൃത്തികളിൽ 16-ാം അധ്യായം 25-26 വാക്യങ്ങളിൽ ഒരു സംഭവം നമ്മൾ വായിക്കുന്നു. പൗലോസും സീലാസും ഫിലിപ്പിയിലെ അനുഭവമാണ്. പ്രസംഗിക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് അവരെ പിടിച്ച് ബന്ധിച്ച് കാരാഗ്രഹത്തിലാക്കിയിരിക്കുക, ക്രിസ്തുവിന് വേണ്ടി പീഡകൾ സഹിക്കുക. രാത്രിയായപ്പോൾ അവർ കീർത്തനം പാടുകയാണ്. കാലുകൾ കാമം വെച്ചിരിക്കുന്നു. അതിനെ വളരെ സൂക്ഷിച്ച് ബന്ധിച്ചിടണമെന്ന് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ഉള്ളറകളിലാണ് ഇട്ടിരിക്കുന്നത്. അങ്ങ് ചാടിയൊന്നും പോകരുതെന്നൊക്കെ വിചാരിച്ച. പക്ഷേ പൗലോസും സീലാസും ഈ അവസരത്തിലും ദൈവത്തെ കീർത്തനം പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന കാരാഗ്രഹവാസികളെല്ലാം അത് കേട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാതിരാത്രിയാകുന്നു, അടിത്തറയെല്ലാം അങ്ങ് കുലുങ്ങുകയാണ്. ഇവരുടെ ചങ്ങലകളെല്ലാം അഴിഞ്ഞു വീണു, വാതിലുകൾ തുറക്കപ്പെടുന്നു. അയ്യോ, കാവൽക്കാരന് ഭയമായി. ഏതെങ്കിലും കാരാഗ്രഹവാസി രക്ഷപ്പെട്ടാൽ കാരാഗ്രഹത്തിൻ്റെ ഈ സൂക്ഷിപ്പുകാരന് മരണശിക്ഷയാണ്, അവനെ കൊല്ലും. അതാണ് അവിടുത്തെ നിയമം. അയാളങ്ങ് ഭയന്നുപോയി. സ്വയം വെടിവെച്ചോ അല്ലെങ്കിൽ കുത്തിയോ മരിച്ചു കളയണമെന്നാണ് വിചാരിക്കുന്നത്. പൗലോസ് പറഞ്ഞു, അപകടമൊന്നും കാണിക്കരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. വിളക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. വിളക്ക് കത്തിച്ചു, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. അയാൾ പൗലോസിൻ്റെ കാൽക്കൽ വേണ്ടി, എന്താ ഞാൻ ചെയ്യേണ്ടത്? രക്ഷപ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും. അവരുടെ മുറിവുകളൊക്കെ കഴുകി ഭക്ഷണം കൊടുക്കുന്നു. രാവിലെ ഒരു ഓർഡർ ഉണ്ടായി ഇവരെ അങ്ങ് വെറുതെ വിടാൻ. അല്ല, അവർ വന്ന് വിടട്ടെ, നിയമജനം വന്ന് വിടട്ടെ എന്ന് പൗലോസ് പറയുന്നു. അങ്ങനെയാണ് രക്ഷപ്പെടുന്നത്. എങ്കിലും കർത്താവിന് വേണ്ടി പ്രസംഗിച്ചതുകൊണ്ട്, സംസാരിച്ചതുകൊണ്ട് കാരാഗ്രഹവാസം അനുഭവിക്കേണ്ട ഒരു സംഗതിയാണ് പൗലോസിനും സീലാസിനും ഉണ്ടായത്. മുമ്പേ നമ്മളൊരു വാചകം പറഞ്ഞല്ലോ, കർത്താവ് എല്ലാം നമുക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു തരും. ആ ഉറപ്പ് അവർക്കുണ്ട്. ആ കഷ്ടതയുടെ നടുവിലും ദൈവത്തെ സ്തുതിക്കുക, കീർത്തനം പാടുക. സമയം എപ്പോഴാണ്? പാതിരാത്രിയിൽ. അവരുറക്കിയങ്ങ് പാടുകയാണ്. എൻ്റെ കാലയിൽ ആമം കിടക്കുകയാണല്ലോ എന്നൊന്നും അവർക്കില്ല, പ്രശ്നമല്ല. അവർ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ കഷ്ടതയുടെ നടുവിൽ കർത്താവിനെ സ്തുതിക്കുക ആത്മനിറവുള്ളവർക്ക് സാധിക്കും എന്ന് നമുക്ക് മനസ്സിലാകാം. 1 പത്രോസ് 4:12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചാലെന്ന പോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ
നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ക്രിസ്തുവിൻ്റെ നാമനിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. പത്രോസ് ആ കാര്യങ്ങളെല്ലാം വീണ്ടും എടുത്തെഴുതിയിരിക്കുകയാണ്. കർത്താവിനോടുകൂടിയുള്ള പീഡകളിൽ നിങ്ങൾക്ക് പങ്കുണ്ടാകുന്നെങ്കിൽ നിങ്ങൾ ആഹ്ലാദിക്കണം. മാത്രമല്ല, ഒരു കാര്യം എടുത്തു പറഞ്ഞു, അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ഇന്ന് സഹിക്കുന്നത് കൊണ്ട് വിഷമിക്കേണ്ട. കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നമ്മൾ അത്യധികം ആഹ്ലാദിക്കും. അതോർത്തോണം. ക്രിസ്തുവിൻ്റെ നാമനിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. ക്രിസ്തുവിൻ്റെ എന്തെന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. പീഡിപ്പിക്കപ്പെടുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർത്തോണം, മഹത്വത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുണ്ടെന്നുള്ളതിന് തെളിവാത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, മഹത്വത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി നാം പീഡ സഹിക്കുകയും നിന്ദിക്കപ്പെടുകയും ചെയ്യുന്നത്. അത് നമ്മൾ പ്രത്യേകം ഓർത്തോണം. സങ്കീർത്തനം 4:7 ഞാൻ വായിക്കുകയാണ്. ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായിരുന്നതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. ധാന്യവും വീഞ്ഞുമൊക്കെ ധാരാളം ഉണ്ടാകുമ്പോൾ കർഷകർക്ക് എത്ര ആനന്ദമാണ്. അവർ കഷ്ടപ്പെട്ടു ധാന്യം ധാരാളം ഫലം പുറപ്പെടുവിച്ചു. വീഞ്ഞ്, മുന്തിരി തോട്ടങ്ങളുണ്ടല്ലോ, ധാരാളം ഉണ്ടാക്കി. എന്തൊരു സന്തോഷം! അതിനേക്കാട്ടിൽ കൂടുതൽ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. കർത്താവ് നിക്ഷേപിച്ചിരിക്കുന്നു എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവം എൻ്റെ ഹൃദയത്തിൽ ആനന്ദം നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് നമ്മൾ ഓർക്കണം. ഇനി 4-ാമത്തെ വാക്യം, വിശുദ്ധരെ ശുശ്രൂഷിക്കുന്നതിന് ഉള്ള ഭാഗ്യത്തിൽ തങ്ങളെ കൂടി ഭാഗവാക്കുകളാക്കണമെന്ന് അവർ ഞങ്ങളോട് തീവ്രമായി അപേക്ഷിച്ചു. വിശുദ്ധരെ ശുശ്രൂഷിക്കുന്നതിലെ ഞങ്ങളെ കൂടെ ഒന്ന് ഭാഗവാക്കുകളാക്കണേ എന്ന് മക്കദോനിയയിലെ ആൾക്കാരെ പറഞ്ഞിരുന്നുവെന്ന്. ഈ വിശുദ്ധരെന്ന് പറയുന്നത് ജെറുസലേമിലെ വിശുദ്ധരെക്കുറിച്ചാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ പൊതുവെ പറഞ്ഞാൽ എല്ലാ ക്രിസ്ത്യ വിശ്വാസികളെയും പൗലോസ് പറയുന്നത് വിശുദ്ധർ എന്നുള്ള പേരിലാണ്. എല്ലാവരും വിശുദ്ധരാണ്. ഇക്കാലത്ത് സഭയുടെ ആദ്യകാലത്ത് വിശ്വാസികളെ എല്ലാം വിശുദ്ധരെന്നാണ് വിളിക്കുന്നത്. പൗലോസ് അങ്ങനെയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഇക്കാലത്ത് ചിലരെ മാത്രം തിരഞ്ഞെടുത്ത വിശുദ്ധർ എന്നൊക്കെ പദവി കൊടുത്തൊക്കെ പറയുന്നുണ്ട്. അത് വേറൊരു കാര്യം എന്നേ ഉള്ളൂ. എന്നാൽ എല്ലാവരെയും വിശുദ്ധരായിട്ടാണ് പൗലോസ് തൻ്റെ ലേഖനങ്ങളിലൊക്കെ എഴുതിയിരിക്കുന്നത്. 1 കൊറിന്ത്യർ 1-ാം-അധ്യായം 2 യേശുക്രിസ്തുവിൽ വിശുദ്ധർ, റോമ 1:7 വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർ, എഫേസോസ് 1:1 എഫേസോസിലുള്ള വിശുദ്ധർ, ഫിലിപ്പിയർ 1:1 യേശുക്രിസ്തുവിലുള്ള വിശുദ്ധർ, കൊളോസോസ് 1:2 ക്രിസ്തുവിൽ വിശുദ്ധർ, 1 തെസ്സലോനിക്ക 3:13 കർത്താവായ യേശുക്രിസ്തു തൻ്റെ വിശുദ്ധരോട് കൂടെ വരുമ്പോൾ. അങ്ങനെ ക്രിസ്ത്യ വിശ്വാസികളെ മൊത്തത്തിൽ വിളിക്കുന്ന ഒരു പേരാണ് വിശുദ്ധർ എന്നുള്ളത്. എന്നാൽ ഈ വാക്യത്തിൽ വിശുദ്ധരെ സഹായിക്കുക എന്ന് പറയുന്നത് ജെറുസലേമിലെ വിശ്വാസികളെക്കുറിച്ചാണ്. മക്കദോനിയക്കാർക്ക് അതിൽ പറ്റാൻ സാധിക്കുന്നു എന്നുള്ളതിൽ അവർക്ക് പ്രത്യേകമായ സന്തോഷം ഉണ്ട് എന്ന് ചുരുക്കം. 5-ാം വാക്യം കൂടെ ഞാനൊന്ന് വായിക്കുകയാണ്. ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല പ്രത്യുത. ആദ്യമേ തന്നെ അവർ തങ്ങളെ തന്നെ കർത്താവിനും ദൈവഹിതമനുസരിച്ച് ഞങ്ങൾക്കും സമർപ്പിച്ചു എന്ന്. അവരെ തങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചവരാണ് എന്നർത്ഥം. ഇവിടെ നമ്മൾ ഇതുവരെയും പറഞ്ഞൊരു കാര്യം, ഭൗതികമായ ധനശേഖരണത്തിലൊക്കെ ധാരാളം ഉദാരമായി ചെയ്ത് മറ്റ് സഹവിശ്വാസികളെ, ജെറുസലേമിലെ സഭ വിശ്വാസികളെ സഹായിക്കുന്ന കാര്യമാണ്. അത് മാത്രമല്ല അവർ ചെയ്തത്. ഭൗതികമായ കാര്യങ്ങളിൽ മാത്രമല്ല, പിന്നെ അവർ ചെയ്തത് അവരുടെ ആൾക്കാരിൽ നിന്ന് പൗലോസിനോടൊപ്പം സഹപ്രവർത്തകരായി സുവിശേഷ വേല ചെയ്യാനുള്ള ആൾക്കാരെയും മക്കദോനിയ സഭ കൊടുത്തിട്ടുണ്ട്. നമ്മൾ
അറിയുന്ന പല പ്രധാനപ്പെട്ട ആൾക്കാർ പൗലോസിൻ്റെ കൂടെ ഉള്ളവർ മക്കദോനിയക്കാരായിരുന്നു. ഉദാഹരണത്തിന് അപ്പോസ്തല പ്രവൃത്തികൾ 20:4 പീറൂസിൻ്റെ മകനായ ബൊറോസക്കാരൻ സോപ്പാത്സാർ പൗലോസിൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾ മക്കദോനിയക്കാരനാണ്. വീണ്ടും ആ വാക്യത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്, തെസലോനിക്കക്കാരൻ അരിസ്താർക്കൂസ് സെന്തുക്കൂസ് മക്കദോനിയക്കാരാണ്. മക്കദോനിയക്കാരൻ ഗായൂസ് അപ്പോസ്തല പ്രവൃത്തികൾ 19:20 ജാസൻ എന്ന് പറയുന്ന ആൾ അപ്പോസ്തല പ്രവൃത്തികൾ 17:6 മക്കദോനിയയിൽ നിന്നുള്ളവരാണ്. ഇവരെല്ലാം മക്കദോനിയയിൽ നിന്ന് വന്നുകൊണ്ട് പൗലോസിന് സന്തോഷമുണ്ട്. കാര്യം ഈ മക്കദോനിയക്കാർ പണം കൊടുത്ത് സഹായിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, പിന്നെയോ അവരുടെ ആൾക്കാരെ കൂടെ സുവിശേഷ വേലയ്ക്ക് പൗലോസിൻ്റെ കൂടെ വിട്ട് ആത്മീയ രംഗത്തും സഹകരിക്കാൻ അവർ തയ്യാറായി. അങ്ങനെ ഒരു സവിശേഷത മക്കദോനിയൻ സഭയ്ക്ക് ഉണ്ടായിരുന്നു എന്നതാണ് പൗലോസ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. 6-7 വാക്യങ്ങളുടെ ഒന്നിച്ച് നമുക്കൊന്ന് വായിച്ച് ചിന്തിക്കാം. 6-7 അതനുസരിച്ച് തീത്തോസ് നിങ്ങളുടെ ഇടയിൽ ആരംഭിച്ചിട്ടുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ ഞങ്ങൾ അവനോട് അപേക്ഷിച്ചു. നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും വിശ്വാസത്തിലും പ്രഭാഷണത്തിലും വിജ്ഞാനത്തിലും സമ്പൂർണമായ ഉത്സാഹത്തിലും ഞങ്ങളോടുള്ള സ്നേഹത്തിലും മികച്ചു നിൽക്കുന്നുവെന്ന് ഈ കാരുണ്യ പ്രവർത്തനങ്ങളിലും മികച്ചു നിൽക്കുവിൻ. കാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഈ ധനശേഖരണം നടത്തി കൊടുക്കുന്നതിലാണ്. നിങ്ങളെല്ലാ കാര്യത്തിലും നല്ലവണ്ണം മികച്ചു നിൽക്കുകയാണ്. ഈ ധനശേഖരണത്തിൽ മികച്ചു നിൽക്കണം. കൊരിന്ത്യരെക്കുറിച്ച് വിശേഷിച്ച് പറയുന്നത് അവർ വിശ്വാസത്തിൽ, പ്രഭാഷണത്തിൽ, വിജ്ഞാനത്തിൽ, സമ്പൂർണമായ ഉത്സാഹത്തിൽ, പൗലോസിനോടും തീത്തോസിനോടും കാണിക്കുന്ന സ്നേഹത്തിലെല്ലാം മികച്ചു നിൽക്കുന്നവരാണ്. അതുപോലെ ഈ ധനശേഖരണത്തിലും ഈ കാരുണ്യ പ്രവർത്തനത്തിലും മികച്ചു നിൽക്കുവീൻ എന്ന് പൗലോസ് പറയുകയാണ്. കൊരിന്ത്യക്കാരെക്കുറിച്ച് 1 കൊരിന്ത്യർ 1-5-7 വാക്യങ്ങൾ അവിടുന്ന് എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ച് വചനത്തിലും വിജ്ഞാനത്തിലും നിങ്ങളെ സമ്പന്നരാക്കി. നിങ്ങൾക്ക് യാതൊരു ആത്മീയ ദാനത്തിൻ്റെയും കുറവില്ല. ആത്മീയ ദാനങ്ങൾ ധാരാളം നിങ്ങൾക്കുണ്ട്, ഒന്നിനും കുറവില്ല. എന്നിട്ട് 1 കൊരിന്ത്യർ 12 ഒരു വാചകം പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ അകത്ത് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. അവർക്ക് വചനത്തോടനുബന്ധിച്ച് ധാരാളം ദാനം ദൈവം കൊടുത്തിട്ടുണ്ട്. വചനത്തിൻ്റെ ദാനങ്ങളെന്ന് പറയുമ്പോൾ 3 ഗ്രൂപ്പായിട്ട് നമുക്ക് ചിന്തിക്കാം. 1 വിവേകത്തിൻ്റെ വചനം, 2 ജ്ഞാനത്തിൻ്റെ വചനം, 3 ഭാഷാപരവും വ്യാഖ്യാനത്തിലുള്ള വരവും. ഈ വരങ്ങളെല്ലാം കൊരിന്ത്യക്കാർക്ക് ഉണ്ടായിരുന്നു. സമയം ഇങ്ങനെ പോകുന്നത് കൊണ്ട് ഞാൻ ഇപ്പോൾ നിർത്തുകയാണ്. നമ്മൾ 7-ാം വാക്യം വരെയാണ് ഇന്ന് ധ്യാനിച്ചത്. കൃപാവരത്തെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടെ സവിശേഷതകൾ ചിന്തിച്ചു. പിന്നെ മക്കദോനിയക്കാരുടെ ദാനം ചെയ്യുന്നതിൻ്റെ അവരുടെ ഉത്സാഹം, നമ്മളും നമ്മുടെ കഴിവിനൊത്ത് ദാനം ചെയ്യുമ്പോൾ കർത്താവിന് വലിയ ഇഷ്ടമാണ് നമ്മളോട്. ആ വിധവ 2 ചെമ്പ് തൊട്ടുകൾ ഇട്ടപ്പോൾ കർത്താവ് എടുത്തു പറഞ്ഞല്ലോ, അതനുസരിച്ച് നമുക്ക് പ്രതിഫലം കിട്ടും. നമ്മളും മറ്റുള്ളവരെ സഹായിക്കണം. സമ്പത്ത് കൊണ്ട് മാത്രമല്ല, ആത്മീയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ നമ്മൾ കൊടുക്കണം, നമുക്ക് തന്നെ സമർപ്പിക്കാം. അങ്ങനെ നമ്മൾ പ്രവർത്തിക്കണം. അത് വലിയ അനുഗ്രഹപ്രദമായിരിക്കും. ഇത് നിക്ഷേപമാണെന്ന് കരുതണം, വെറും സംഭാവനയല്ലെന്ന് കരുതണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കട്ടെ. സങ്കടങ്ങളിലും ആനന്ദിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ 76-ാമത്തെ എപ്പിസോഡിൽ നമുക്ക് 8 മുതലുള്ള വാക്യങ്ങൾ ധ്യാനിക്കാം. അതുവരെയും നമ്മളെ പരിശുദ്ധാത്മാവ് നടത്തട്ടെ. വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും കന്നുകാലികളില്ലാതായാലും നമുക്ക് കർത്താവിൽ ആനന്ദിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നമ്മളിൽ ധാരാളമായി വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മൾ സംരക്ഷിതരായിരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.